പങ്കെടുത്ത് തോറ്റു തൊപ്പിയിട്ട് നടന്ന രായപ്പനാശാൻ താൻ ഊതിക്കാച്ചി എടുത്ത സ്വന്തം ശിഷ്യനുമായി നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തുകയാണ്. ഭയങ്കര പുള്ളികളെ പിന്നെ ആശം 19 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തല്ലേ. ആശാന്റെ മുത്തല്ലേ കൊണ്ടേ. ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരെ വലുതാകും. ഇതുവരെ ഞാൻ ബോധിച്ച് വഴിച്ചുകൊണ്ടല്ലോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ കോൺസെൻട്രേഷൻ അവിടെ ബോക്സിനകത്ത് അതിന് കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. 10-30 വർഷമായിട്ടേ ഊതിക്കാച്ചെടുത്ത് എന്റെ പൊന്നാണത്. എന്റെ അച്ഛനും അതുപോലെ തന്നെ ഞാനും ഊതിക്കാച്ച പോലെ തന്നെ. ഊതിക്കാച്ച ഇറക്കും നമ്മുടെ കണ്ണ് തെറ്റിക്കൊണ്ടു. അപ്പൊ അടുത്ത് പിടിച്ചിട്ടുണ്ട്. അതെ നീ നോക്കിയല്ലേ ടപ്പോ ടിപ്പോ ടമാൽ കേട്ടാ. അത് വെച്ചാ മതി. ഈ തല്ലു പിടിക്കണമെങ്കിൽ എങ്ങനെ ഇത് പഠിക്കണ്ടേ? തല്ല് പിടുത്തമല്ല, ബോക്സിങ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു ഇത് പഠിക്കണമെങ്കിൽ ആദ്യം ഇടി കൊള്ളാൻ പഠിക്കണം. ഇടി കൊള്ളാനാ? ഇടി കൊള്ളാനൊരു മത്സരം വേണം, എന്നാലും ബോക്സിംഗ് കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ 96-ൽ ഞാൻ ക്ലാസ്സിലും ഒരു അടി ഉണ്ടായിരുന്നു. ഏത് കാട്ടി വെച്ച്? കാറ്റിലല്ല, മറ്റേ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ അത് പള്ളിയെടുക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിളിക്കുന്നു. ഞാനും പുള്ളിയായിട്ട് അടിയെന്ന് പറഞ്ഞ് നേരെ ചെറിയ നിന്ന് ഒറ്റ പഞ്ച് എന്റെ തിരുന്നെത്തി കിട്ടും. ഒരു 1500 ലവ് ബേഴ്സ് കൂടില്ലേ, അതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇരുന്ന് എങ്ങനെ ഉണ്ടാവും? ഒന്നരാഴ്ചത്തേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ച് വിട്ടുപോലെ കഴിവ്. അതാണ് നമ്മൾ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ പഞ്ച് മേടിക്കാനുള്ള ഒരു കഴിവ് വേണം. അതെ, ഈ ചാമ്പ്യൻ എന്തിനാ ഈ വൈദ്യരെ കൊണ്ടിട്ട് തടവിക്കുന്നത്? ഒരു ഡോക്ടറെ വീട്ടിൽ എത്ര കാശ് കൊടുക്കും? പുള്ളി 50 രൂപ കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് കൊടുത്താൽ മതി. അത് ഓക്കെ. അതെ, ബോക്സിംഗ് പഠിക്കണമെങ്കിൽ ഇടിവള്ളി ഇത്തോടെ എത്തിയിട്ടുണ്ടാ? ഇവിടുത്തെ ആ ചത്തില്ലല്ലോ. ഇല്ല, ചിരഞ്ജീവി എന്താ കുഴപ്പം? ചിരഞ്ജീവി ഈ 96-ലാന്ന് തോന്നുന്നു. പുള്ളിയും മൈക്ക് ടൈസൺ ഞാനായിരുന്നു റഫറി. അന്ന് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് ബോക്സിംഗ് അല്ല, നമ്മൾ ഈ തുണിയൊക്കെ പിടിക്കൂലേ, ഇങ്ങനെ കുടഞ്ഞിട്ട് അതായത് പിടിക്കൂലേ, അത് തന്നെയാണ് സംഭവിച്ചത്. കുടഞ്ഞ് ആ വീടിന്റെ കയറാനിട്ട് അന്നപ്പോ എഴുന്നേറ്റ് പോയുള്ളൂ. 4 മണി ഉണങ്ങിയപ്പോ ഒരു കാര്യം പറയക്കാം. എന്റെ ശിഷ്യന്മാരൊന്നും ചെന്ന് വയ്യ തെറ്റിട്ടാ. ശിഷ്യന്മാരാണ് 30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്ത എന്റെ പൊന്നാണ്. നിങ്ങളുടെ അവിടെയൊക്കെ വാളപ്പുള്ളി തുടങ്ങിയത് പൊന്നു പൊന്നാണോ? ഞാൻ പറഞ്ഞ ഇവന്റെ കാലിൽ നിൽക്കുന്ന വല്ല ബന്ധമുണ്ടോ? ഇവന്റെ നിൽക്കുന്ന വൈറ്റ് ലൈനാണ് നിൽക്കണമെങ്കിൽ കാലിൽ നിൽക്കണ കുട്ടന്നൂരാണ്. വേഗം മേടിച്ചു കൊടുക്കടാ. ഈ ശാപൊക്കെ നീ എവിടെ വീട്ടാൻ പോടുള്ളൂ? ഞാൻ തനിക്ക് വല്ല തരണ്ട. ഇല്ല, ഇവിടെ തനിക്ക് ശമ്പളം കിട്ടല്ലേ? പിന്നെ താങ്കൾ ഞാൻ ഏത് സത്യം കണ്ടാൻ തോന്നുന്നു എന്റെ ഒരു ജീവിതം. എല്ലാ സത്യം തുറന്നു പറഞ്ഞാൽ കർത്താവിന്റെ അനുഭവം അറിയാലോ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതെ, നമ്മള് ടപ്പോ ടിപ്പോട്ടാമാ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നാഗാലാൻഡ് ഇതുവരെ 97 റെഡി ഉണ്ടായി. ഒരു നാഗാലാൻഡ് PK ദാമോദരൻ പിള്ളേരുടെ ഉള്ള വരും. നിനക്ക് എന്നിട്ട് വേടാണ് അയ്യോ, നാഗാലാൻഡുകാരനല്ല. താൻ നിൽക്കുന്ന ബോക്കിനോട് ഈ നാഗാലാൻഡുകാരൻ ഞാൻ നടന്നത് ബോക്സിംഗ് അല്ലായിരുന്നു. അത് രസമായിരുന്നു. അന്നവിടെ വന്നത് നരഹത്യ. അതെന്താ മനസ്സിലായില്ലേ? ജരാസന്ധവധം എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റയടിക്ക് പുള്ളി താഴെ വീണു. എന്നിട്ട് അയാളെ കാലുകൾ ചവിട്ടി പിടിച്ചത് പഠിച്ചു ഞാൻ നോക്കിയപ്പോ കാറ്റായിട്ട് കവണിക്കോല് പോലെ ഇരിക്കുന്നു. അന്ന് അവിടെ ഇങ്ങനെ ഇറങ്ങിയാ പോയത്. എങ്ങനെ അത് നല്ലുണ്ടും അതൊരു 5 മാസം കഴിഞ്ഞപ്പോൾ 15 അടിച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ശിഷ്യന്മാരും താൻ ലെഫറിയുടെ ഭാഗത്തു നിന്നാണ്. ലെഫറി അല്ല, റെഫറി. ഈ കൃഷ്ണടിക്കാണല്ലേ? വിസലല്ലോ, വിസൽ വിസൽ. അതെ, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് പണ്ടത്തെ പോലൊന്നും അല്ല. ഞാൻ പണ്ട് എങ്ങനെ ചോദിച്ചറിയോ? ഇപ്പോഴത്തെ ഞാനല്ല. ഞാൻ അന്ന് ഇതുപോലെ ഇതായിരുന്നില്ല. അല്ല, ഇപ്പൊ ഞാനാണ്. അതെ, എന്റെ മസിലൊക്കെ നിങ്ങൾ പിടിച്ചാണ്ടല്ല. നീ വരുന്നോടാ അത്രയായിരുന്നു. ചെറിയൊരു 5 മണി വന്നാ അല്ലാണ്ട് ഇടികൊണ്ടിട്ടല്ല. ഡ്രസ്സിംഗ് റൂമാണ് എന്റെ റൂമിൽ നടക്കാം. നിങ്ങൾ ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സിംഗ് റൂമാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ സെറ്റപ്പാട്ടാ. പണ്ട് ഞാൻ പോകുമ്പോ എനിക്ക് ഒറ്റ റൂമാണ്, ഫുൾ AC, പെട്ട് കുറച്ച് പെൺപിള്ളേരും സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ റൂമിനല്ല നമ്മള് ICU വാർഡ്. എന്ത് ബോക്സിംഗ് കഴിഞ്ഞാലും ICU ആയിരിക്കും. മണിയടിച്ച് വന്നിട്ടേക്ക് വാ രാവണ്ടേ. ഞാൻ പോണോ? അതെ, അസൂയാണ് അവനൊരു ബോക്സറായില്ല, വെറും റഫറിയാണ്. അതൊരു ചെറിയ അസൂയ. നമുക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇവിടെ ഓരോ ഒരു സ്ഥിതി കിട്ടിയാൽ നമുക്ക് ബോക്സിംഗ് നടക്കാൻ മാത്രമേ ഉള്ളൂ. എന്ത് സിദ്ധി?
പൊന്നീശ്വരനെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പൊന്നീശ്വരനെ കാണാൻ പറ്റും, വേറെ ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ കണ്ടേക്കണ പൊന്നീശ്വരനെ കൂടി ഇങ്ങനെ തൂത്തെടുത്ത് ഒരു കിച്ചിലിട്ടാറില്ല. എന്റെ വീട്ടിലേക്ക് ഒരു 3 ഭീമാ ജ്വല്ലറി ഉണ്ടായേനെ. ഞാൻ എവിടെയെങ്കിലും ബോക്സിന് പോകുമ്പോൾ മറ്റേ കോമഡി ബസ്സിലെല്ലാം പെമ്പറ്റില്ലേ അവിടെ വന്നിട്ട് ഈ പ്രോഗ്രാം നീങ്ങായിട്ട് അവതരിപ്പിക്കുന്നത് ഭീമാ ജ്വല്ലറി 50 രൂപ കണ്ണൻ അങ്ങനെ ഇവിടെ കിടന്ന് വിലകിയാനെ. അത് മാത്രമല്ല അതിന്റെ ഒന്നും കൊണ്ടാരില്ല. ഒന്നും അല്ല, നമ്മളെ പേര് കിട്ടോ ചെറിയൊരു കുസൃതിത്തരവുണ്ട്. ബ്രിട്ടാനി ബിസ്ക്കറ്റ് മാത്രമേ തിന്നുള്ളൂ. ഇപ്പൊ ഉണ്ടായി. അത് 97 ഞങ്ങള് ഗോവയിൽ വെച്ചായിരുന്നു. ഈ അടിയൊന്നും കഴിഞ്ഞിട്ടുണ്ട്. ഞാനങ്ങ് ചെന്ന് നിന്ന് ഒറ്റ പഞ്ചം കൊടുത്ത് ഉന്നം തെറ്റിപ്പോയി. നേരെ കയറിന്റെ മൂലയിൽ പോയി മുടക്കി. അപ്പൊ കാൽമുടക്കി ഒറ്റ വെച്ചിട്ട് അവിടെ അവൻ 7 അമ്പത് വീട്ടിൽ പോയി. ഞാൻ 12 പോയത്. പാർട്ടിയല്ല. പിന്നെ കയറിൽ കെട്ടഴിച്ചിരുന്ന അത്ര സമയം പിടിച്ചു. പിന്നെ ഒരു 3 മാസം ഞാൻ ഗോവയിലായിരുന്നു. ഗോവയില് ഇതും കഴിഞ്ഞിട്ട് പിന്നെ ടൂറിന് പോയാ? ടൂറല്ല, നമ്മുടെ ഈ ബോധമൊക്കെ പോയി ആശുപത്രിയിൽ ഐസിയിൽ കുറെ അങ്ങനെ അത് പോമാ. ആ സംഭവം സാധനം. ഓ ആ ഇവനെ ഇവൻ ബോക്സിക്കാരല്ല, നല്ല കുഞ്ഞു ഒന്നിനെടുത്തിട്ട് ഇതുപോലത്തെ ബെല്ലിന് ഇതിൽ കൊടുത്ത് ഇതുപോലെ 50 പൈസയുടെ കിറ്റ് വെട്ടിച്ചേക്കണമെന്ന് പറഞ്ഞു. ബെല്ലിനൊന്നും അല്ല. ഏയ് കാശി എടുത്തേക്കണല്ല, കാശി എടുത്താൽ മന്ത്രത്തിൽ കഴിയുമ്പോൾ കണ്ണു കേൾക്കും. ആനോക്കാർ ഗവൺമെന്റ് കയറി പോലെ അതാണിപ്പോ ഈ ശിഷ്യനെ എത്ര നാളായി? 30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്തേക്കാണ് എന്റെ ശിഷ്യൻ. പിന്നെ പുള്ളിക്ക് എത്ര വയസ്സായി? ധനു വരുമ്പോ 26 ആവും. 5ാം ക്ലാസ് തൊട്ടേ പഠിപ്പിച്ചു. അത്രക്ക് ബ്രില്യന്റാണ് എന്റെ സ്കൂളിൽ. കാരണം നമ്മുടെ ഓരോ പഞ്ചുണ്ടല്ല 10-30 കിലോ ഉണ്ടാവും. ആണല്ലേ? പിന്നെ മറ്റവനെ കൊന്നു കാണോ? നമ്മളിന്ന് ഇടിച്ചിട്ട് പരിചയപ്പെടുത്തിട്ടാ ചട്ടവിട്ടിട്ടല്ലേ കരച്ചിൽ കേട്ടു. അതെ, നമുക്കൊന്ന് നേരമായി. ഒരു ഗുഹ ഇനിയിപ്പോ എന്തെങ്കിലും മത്സരം നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആളെറക്കണം. ഒരു കുഴപ്പമില്ല, ആൾക്കാരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ബോസിനെ ഇറങ്ങേണ്ടി അതെന്താ? നീ ഇടി ഉണ്ടാക്കില്ല. പിന്നെ കഴിഞ്ഞ മൊത്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ചിട്ട് 3 എണ്ണത്തിനെ കപ്പലിന്റെ നീ അത്രക്ക് അറിയണ്ടേ? എനിക്ക് ഭയങ്കര ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആദ്യം അമ്പലപ്പറമ്പിൽ ഇടി ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് 3-ാം പറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്പലത്തിൽ വെച്ചിട്ട് അയ്യോ ശരിക്കും അമ്പലപ്പുറത്ത് പള്ളിപ്പുറത്ത് കപ്പലിക്കാരത്തൊക്കെ ഇടി വേണം. ഭയങ്കര ആഗ്രഹമാണ്. എന്നെ കിച്ചനാക്കോ ഇല്ല എന്നുള്ളത് മാത്രമേ. അപ്പൊ റെഡിയായിട്ടാ ഞാനില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ മുദ്ര ഇടിച്ചേ. പല വേദന ഏത് സാധനം ഇത് കണ്ട? ഇത് ഇടി കൊണ്ട് ഇതിന്റെ പല്ല് പോയിരിക്കുന്ന സാധനമാണ്. അത് ഇടിച്ച് ഈ പല്ല് പോണാ നല്ലത്.
നമ്മളെ ശിഷ്യനാ ആ മറ്റവനെത്തിയപ്പോ അത് ഡെമ്മി ടച്ചാ ഓക്കെ കമോ എന്താണ് ചെറിയൊരു പഞ്ചത്രല്ലേ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലല്ലേ ആ തന്നു വിട് തുടങ്ങണ്ടേ മറ്റേ പല്ലി വെക്കണ സാധനം ഒരെണ്ണം കൂടെ കിട്ടും. അപ്പൊ നമുക്ക് തന്നോണ്ട് ഒറ്റയിടിക്കാതെ പിടിഞ്ഞിട്ട് അത് വേറെ കിട്ടൂല ഒരു കാര്യം നാക്ക് പിടിച്ച് അടിച്ചത് നോക്കിയാ ആ ഒരു ഫീലൊക്കെ ഉണ്ട് ചെല്ലു കമോൺ ചെല്ലു തകർത്തോ ഇറങ്ങിപ്പോയ ആൾക്കാർ അഞ്ചു പേരൊക്കെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനാണ്? ആ രണ്ടുപേരും ഓടിപ്പോയി. നോക്കിക്കേ ആ ഇപ്പൊ അവനെ എന്താ ഓക്കെ പോയിന്റ് പോയത് കറക്റ്റ് മാറിന് പോയി. നീ ഇങ്ങനെ എന്നിട്ട് ടമാറിന്ന് വൈക്ക് വെച്ച് കൊടുക്കരുത് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ടമാർ എന്ന് പറഞ്ഞ ദിങ്ങനെ വെക്കുക പിന്നെ മോത്തിട്ട് കൊള്ളൂല. ഓക്കെ അല്ല ഓക്കെ റൗണ്ട് തുടങ്ങുമ്പോൾ ടമാർ വെച്ച് ഉണക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെക്കൻ ഇട്ടിക്കൊണ്ട് ടമാർ അയ്യോ അവരൊക്കെ പോയി. ഒന്നുമില്ല ഇപ്പൊ റെഡിയാവും. ടമാർ നോക്കല്ലേ ടമാർക്കാ അതെ എന്താ സംഭവം അറിയില്ല. ആ കഥ കണ്ട അവങ്ങനത്തെ ചാടണ്ട നിങ്ങൾ ചാടുമ്പോ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് താളം വേണം. ആ താളത്തെ അതെ അത് കേട്ടോ താത്തടി താത്തടി വേട്ടക്കാരനാണ് ലാസ്റ്റ് പെട്ടെന്ന് മൈൻഡ് കട്ടായി പോയി കുലികളിലേക്ക് പോയി അതുകൊണ്ട് പറ്റി പോയതാ. ഓക്കെ റെഡി റെഡി സ്റ്റാർട്ട്. അടിച്ചോ 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 കേട്ടിങ്ങോട്ട് നീ ആളെ നാണം കെടുത്തല്ലടാ. ആൾ നാണം കെടുത്തല്ലേ? എനിക്ക് എന്റെ 30 വർഷത്തെ ആഗ്രഹമാണ് ഈ സ്വർണം. ചെല്ലി അടിയോട് എന്താ ഒന്നുമില്ല ഒന്നുമില്ല എന്റെ കൊച്ചിന് ഒന്നുമില്ല. ഏതോ പറഞ്ഞിരിക്കണമല്ലോ. ഒന്നുമില്ല എല്ലാ കാര്യമുണ്ട്. ഒന്നുമില്ല ഒന്നുമില്ല ടപ്പ ഓക്കെ റെഡി ഓക്കെ ഓക്കെ ചലോ സ്റ്റാർട്ട്. തുടങ്ങിയോ എല്ലാ കാര്യവും
ഈ എന്താ കാണിക്കുന്നത്? ഞാൻ നേരത്തെ ഉത്സവപ്പറമ്പില് മാനവണ്ടി വന്നിട്ടുണ്ട് ജോലിയുടെ വയസ്സൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ആശാൻ തോന്നിയിട്ടുള്ളതാണ്. മറ്റേ കേസാണ് ഗോവ കേസ്. മതിയായി കൊടുക്കട്ടാ ധൈര്യത്തുന്നു. എല്ലാ കാര്യമുണ്ടോ എനിക്കില്ല? എനിക്ക് അസൂയ. എന്റെ ഊതിക്കാച്ചി സിറ്റിനെ കൊണ്ട് അടിച്ചു തന്നത് എനിക്ക് അസൂയ. പിന്നെ ഇവന് ഇടികൊണ്ടാന്നിട്ട് എനിക്കെന്താ അസൂയ? വിടരുത്. ഇനി അതിനകത്തിട്ട് കൂടിയാ മതി. ഊതിക്കാച്ചിയെ പൊന്നു നടക്കുന്നത് വെറുതെ മനുഷ്യനെ തെറ്റിക്കാനായിട്ട്. ആ തക്കത്താണ് അതിന്റെ പരമാവധി കിടന്ന് ഉറങ്ങിയത്. നീ എന്താ അങ്ങനെ എന്നെ പണിയിട്ട് വരാത്ത? ഏഴെണ്ണീരായിരുന്നു പുള്ളി. ഏഴെണ്ണീരായിരുന്നു പുള്ളി. അവസാനെ അനക്കല്ലോ. ഈ 10-30 വർഷമായിട്ട് ബോക്സിംഗ് റിംഗിൽ വെച്ച് ആദ്യമാക്കിയാൽ ഒരുത്തരും എനിക്ക് മനസ്സിലിരിക്കുന്നു. അതാണ് ചിലർ വരുമ്പോൾ കാലം വഴി മാറും.